സി അച്യുതമേനോനടക്കം CPIയുടെ തലപ്പൊക്കമുള്ള പല നേതാക്കളും കേരളത്തിൽ അഗ്രഗണ്യരായിരുന്നു. TK വാസുദേവൻ നായർ ഉൾപ്പെടെയുള്ള CPI നേതാക്കൾ കൃത്യമായും കേരളത്തിൽ വീക്ഷണമുള്ളവരായിരുന്നു, ദിശാബോധമുള്ളവരായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ CPIയിലെ നേതാക്കൾ എന്തുകൊണ്ട് പിണറായി വിജയൻ്റെ അടിമകളായി മാറാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൃത്യമായി KE ഇസ്മായിൽ അടക്കമുള്ളവർ പറയുകയാണ്. മുൻ റവന്യൂ മന്ത്രിയായ E ചന്ദ്രശേഖരൻ, കാഞ്ഞങ്ങാട് MLA E ചന്ദ്രശേഖരൻ, അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്: CPIയിൽ നിന്നാണ് CPM ഉണ്ടായത്. ഡാങ്കെ കൃത്യമായി ആ പിളർപ്പിന് കാരണമായ ഒരു വ്യക്തിയായി നിന്നപ്പോഴും CPI ആദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചു. CPM എന്ന പാർട്ടി 1964 രൂപീകൃതമായത് മുതലുള്ള ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ പാരമ്പര്യം നോക്കിയാൽ പരസ്പരം ബഹുമാനിച്ച് രണ്ട് മുന്നണിയിലായിരുന്നപ്പോൾ പോലും ഇത്രയേറെ സ്വരച്ചേർച്ചയില്ലായ്മ കണ്ടിട്ടില്ല. ഇപ്പോഴത് പാരമ്യത്തിൽ എത്തി നിൽക്കുന്നു. പറഞ്ഞു വരുന്നത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സംസ്ഥാനത്ത് CPM കൂടുതൽ സീറ്റിലേക്ക് മത്സരിക്കുകയും CPIക്ക് 27 സീറ്റുകളൊന്നും കൊടുക്കണ്ട എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയും ചെയ്യുകയാണ്. പിണറായി വിജയൻ്റെ ആഗ്രഹം CPIയെ എങ്ങനെയും അവരെ വെറുപ്പിച്ച് മുന്നണിയിൽ നിന്നും ചവിട്ടി പുറത്താക്കുക എന്നുള്ളതാണ്. പിണറായി വിജയനും മരുമകനും ചേർന്നുള്ള ഒരു കോക്കസാണ് കേരളത്തിൽ CPMനെ നിയന്ത്രിക്കുന്നത്. G സുധാകരനെ പോലുള്ള, തോമസ് ഐസക്കിനെ പോലുള്ള, K രാധാകൃഷ്ണനെയും, എന്തിനധികം പറയുന്നു KK ശൈലജയും ഉൾപ്പെടെയുള്ളവരെ ആട്ടി പുറത്താക്കാനാണ് പിണറായി വിജയൻ്റെ ലോബി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധം കാത്തു സൂക്ഷിക്കണം. പെട്രോൾ പമ്പ് മാഫിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായി നീക്കുപോക്കുകൾ ഉണ്ടാവണം. അതിനൊക്കെ വേണ്ടി അവർ ശ്രമിക്കുന്നു. കണ്ണൂർ ലോബി നിയന്ത്രിക്കുന്ന P ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു കാരണവശാലും അദ്ദേഹം CPMനെ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല. ജനങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണെന്ന് PV അൻവർ വെറുതെ പറഞ്ഞതല്ല. PV അൻവർ ഇപ്പോഴിതാ ഒരു തീരുമാനം ഉചിതമായി എടുക്കുന്നു. അതായത് CPI കോൺഗ്രസിലേക്ക് ചേക്കേറേണ്ടതിൻ്റെ അനിവാര്യത PV അൻവർ കൃത്യമായി പറഞ്ഞു. നമുക്കറിയാം, ഏറനാട് നിയോജക മണ്ഡലത്തിൽ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PV അൻവർ അവിടെ മത്സരിച്ച് സ്വതന്ത്രനായാണ് 2ാം സ്ഥാനത്തെത്തിയത്. അവിടെ CPIയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പോലും ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട്, അതായത് CPI സ്ഥാനാർത്ഥിക്ക് 2011 പരിശോധിച്ചാൽ അറിയാം, ഏറനാട് കെട്ടിവെച്ച കാശ് പോലും കിട്ടിയില്ല. ഒന്ന് നോക്കണം, ഒരു മുന്നണി സ്ഥാനാർത്ഥിയാണ്. രണ്ടാമതെത്തിയാൽ പോലും മിനിമം ഒരു വോട്ട് കിട്ടേണ്ടതാണ്. അതുപോലും കിട്ടാതെ അവിടെ PV അൻവർ പിടിച്ചെടുത്തു. PV അൻവർ പറയുന്നുണ്ട്, ഇടതുപക്ഷ മതേതര പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവർ തന്നെ വിശ്വസിക്കുന്നവരാണ് എന്നുള്ളത്. ഏതായാലും വലിയ തോതിലുള്ള കളികൾ നടക്കുകയാണ്. CPI മുന്നണി വിടേണ്ടതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം P ശശി കാരണം ഉണ്ടായിരിക്കുകയാണ്. മാഫിയ സംഘങ്ങളുമായി ഡീല് നടത്തുന്നവരുമായി ഒരു ഒത്തുതീർപ്പിനും പോകാതിരിക്കുന്നതാണ് നല്ലത് എന്ന് കൃത്യമായി PV അൻവർ ബിനോയ് വിശ്വത്തോട് പറയുകയാണ്.